മികച്ച NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. കൊടുങ്ങല്ലൂർ നായർ യുവജന ട്രസ്റ്റ് 1ാം വാർഷികം ആഘോഷിച്ചു. കൊടുങ്ങല്ലൂർ നായർ യുവജന ട്രസ്റ്റിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഭവന നിർമ്മാണ ആദ്യ ഗഡു വിതരണം, ചികിത്സാ സഹായ വിതരണം, ആദരിക്കൽ എന്നീ പരിപാടികൾ നടന്നു. പറമ്പിക്കുളങ്ങര NSSV സഭയിൽ നടന്ന വാർഷിക പൊതുയോഗം ഡോക്ടർ കൃഷ്ണ S. മേനോൻ ഉദ്ഘാടനം ചെയ്തു. എൻ്റെ വീട് കൊടുങ്ങല്ലൂരല്ല, ഞാൻ തൃശ്ശൂർക്കാരിയാണ്. തൃശ്ശൂരാണ് എൻ്റെ വീട്. ഞാൻ ജനിച്ച് വളർന്നതെല്ലാം. കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. പക്ഷേ ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ കൊടുങ്ങല്ലൂർക്കാർ എനിക്ക് തന്നിട്ടുള്ള സ്നേഹം അത്ര അധികമാണ്. ഇപ്പൊ എനിക്ക് തൃശ്ശൂരിനേക്കാളും കൂടുതൽ ഇഷ്ടം കൊടുങ്ങല്ലൂരാണ്. എൻ്റെ ഫാദറിൻ്റെ ഡോക്ടർ പണിക്കർ എപ്പോഴും പറയും, നിന്നെയും എന്നെയും കൊടുങ്ങല്ലൂർ അമ്മ ഇവിടെ വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ അതെനിക്ക് വളരെ തിരിച്ചറിയ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് കൊടുങ്ങല്ലൂരിൽ. NSS എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഞാൻ പഠിച്ചത് 5ാം ക്ലാസ് വരെ NSS നടത്തിയിട്ടുള്ള സ്കൂളിലായിരുന്നു ചാലക്കുടി. അതിനുശേഷവും ഏതൊരു പ്രധാനപ്പെട്ട ഒരു ഇവന്റ് നമ്മുടെ ലൈഫിലുണ്ടെങ്കിലും, ബീച്ച് സെലിബ്രേഷൻ, ബീച്ച് പ്രോബ്ലം, ഡെത്ത് ഓഫ് എ ലവ്ഡ് വൺ, എന്തായാലും NSS എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങോട്ട് തോന്നുന്നത് NSS ഒരു ഓർഗനൈസേഷൻ മാത്രമല്ല, മോറൽ വാല്യൂസ്, എഡ്യൂക്കേഷൻ, ഡിസിപ്ലിൻ, സർവീസ്, സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നിങ്ങനെയുള്ള മോറൽ വാല്യൂസ് എല്ലാം ശക്തമായി പിടിച്ചെടുക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് NSS. ട്രസ്റ്റ് രക്ഷാധികാരി PU സുരേഷ് കുമാർ ആമുഖ പ്രസംഗം നടത്തി. ട്രസ്റ്റ് പ്രസിഡന്റ് K. ശ്രീരാജ് അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരിൽ നിന്നുള്ള അവരുടെ ആജീവനാന്ത മെമ്പർഷിപ്പ് എന്നുള്ള രീതിയിൽ 100 രൂപ കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി പേര് ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഡെപ്പോസിറ്റ് നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നു. ആ വിനിയോഗിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ്, അതിൻ്റെ ഒരു അംശമാണ് ഇവിടുത്തെ സംഘടനയിലെ നമ്മുടെ പ്രവർത്തകർക്കും മെമ്പർഷിപ്പ് ഉള്ളവർക്കും അംഗങ്ങൾക്കും നൽകുന്നത്. സമൂഹത്തിനും സമുദായത്തിനും ഒരേപോലെ നമ്മൾ ഉപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. പ്രോഗ്രാം കോർഡിനേറ്റർ PN രാമചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. സിന്ദൂർ ഓപ്പറേഷനിലെ പാരഷൂട്ട് റെജിമെന്റിലെ RK അരുണിനെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ സുമതി അച്യുതൻ ആദരിച്ചു. ഭവന നിർമ്മാണ ആദ്യ ഗഡു വിതരണം ട്രഷറർ രാജേഷ് പടിഞ്ഞാറ്റും ചികിത്സാ സഹായ വിതരണം സെക്രട്ടറി ശ്രീജിത്ത് V. നായരും നിർവഹിച്ചു. അനീഷ് എലന്തക്കൽ, മാധവൻ കാളിക്കാട്ട്, K. സുധാകരൻ, VK സുധാകരൻ, ജയദേവൻ, രഘുമേനോൻ, രമ്യ P., ശിവാനി S. മേനോൻ, ശ്രീദേവി ശ്രീനാരായണൻ എന്നിവർ സംസാരിച്ചു. സാരി സെലക്ഷൻ കഴിഞ്ഞില്ലേ? എത്ര നേരായി? കല്യാണമൊക്കെ അല്ലേ അച്ഛാ, അപ്പോ ഏറ്റവും ബെസ്റ്റ് തന്നെ ആവണ്ടേ? ഇവരെയും കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നത്. അത് ഉറപ്പല്ലേ? എന്നാലും ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം. ശരി ശരി അങ്കിൾ, പോക്കറ്റ് ഒന്നും കാലിയാവില്ല. ഏറ്റവും എലഗൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും. പക്ഷേ സ്വയംവര സിൽക്സിൽ തന്നെ പോണം, അതിന് ഞാൻ ഗ്യാരണ്ടി. സ്വയംവര സിൽക്സ്, മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്.